ഇന്നലെ വരെ നമ്മളെപ്പോലെ സമാധാന അന്തരീക്ഷത്തിൽ കഴിഞ്ഞിരുന്ന ഒരു നാട്, ആ നാട് തന്നെ ഇല്ലാതായിരിക്കുന്നു. 300ഓളം മനുഷ്യർ അവരുടെ മരണവാർത്ത സ്ഥിരീകരിച്ചു. ഓരോ മയ്യത്തിൻ്റെ മുന്നിലേക്ക് ചെന്ന് ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാകരുതേ എന്ന് കരുതി 200ഓളം വരുന്ന മനുഷ്യരെ ആളുകൾ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മളോട് പറയുന്നത്, മനുഷ്യ, നീ നിസ്സാരനാണ്, ദുർബലനാണ്. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ ദുർബലനായിക്കൊണ്ടാണ്. വഖുലിക്കൽ ഇൻസാനു ലഈഫ, ദുർബലനാണ് മനുഷ്യൻ. ഇവിടെ അഹങ്കരിക്കാൻ, ഇവിടെ അഹന്ത കാണിക്കാൻ ഒന്നും തന്നെ മനുഷ്യനില്ല. വലാ തംശി ഫിൽ അർളി മർഹ ഇന്നക ലൻ തഖ്രികൽ അർള് വലൻ തബ്ലുഗൽ ജിബാല തൂല. അഹങ്കാരത്തോടുകൂടെ നീ നടക്കരുത്. ഒരിക്കലും നിനക്ക് ഈ ഭൂമിയെ പിളർത്താൻ കഴിയുകയില്ല. പർവ്വതങ്ങളോളം ഉയരത്തിലെത്തുവാനും നിങ്ങൾക്ക് കഴിയുകയില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹു നമ്മളെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിന് എത്ര ശക്തമായ ഭിത്തികളാണുള്ളത് എങ്കിലും ആ പരീക്ഷണങ്ങളെ തടുക്കാൻ ആ ഭിത്തികൾ കൊണ്ട് കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലായി. നമ്മുടെ കാർപോർച്ചിലെ വാഹനങ്ങൾ കൊണ്ട് ആ പരീക്ഷണങ്ങളിൽ നിന്ന് ഓടി അകലാം. അത് നമുക്ക് സാധ്യമല്ല എന്ന് വാർത്തകൾ നമ്മളെ പഠിപ്പിച്ചു. നമ്മുടെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട് എങ്കിലും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മളുടെ കൈകളിലെ സമ്പാദ്യങ്ങൾക്ക്, നമ്മളുടെ പേരിനും പ്രശസ്തിക്കും ഒന്നിനും സാധ്യമല്ല എന്ന് നാം തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് ഒന്നാമതായി നമ്മുടെ ദുർബലത, നമ്മൾ ദുർബലന്മാരാണ്, നമ്മൾ നിസ്സാരന്മാരാണ്. ഇവിടെ അഹങ്കരിക്കാനും ഇവിടെ ഗർവ്വ നടിക്കാനും ഒന്നും തന്നെ ഇല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മഴയുടെയും ഉരുൾപൊട്ടലിൻ്റെയും ഇടയിലുള്ള ഒരു കൊച്ചു കാലം, അതുമാത്രമാണ് നമ്മുടെ ജീവിതം. വലിയ 2 നില കെട്ടിടങ്ങൾ അതൊഴുകി വരികയാണ്. അതിൽ നിന്ന് മനുഷ്യരുടെ കരച്ചിലുകൾ കേൾക്കുന്നു. നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ പ്രിയമുള്ള സഹോദരന്മാരെ? ആർക്കാണ് അതിനെ തടഞ്ഞു നിർത്താൻ കഴിയുക? ഒരു നാട് ഒന്നടങ്കം ഒലിച്ചു പോകുന്നു. 100 കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്നാണ് മനുഷ്യരുടെ ശരീരങ്ങൾ കിട്ടുന്നത്. ആ ഒലിച്ചു വരുന്ന ആ വെള്ളപ്പാച്ചിലിനെ തടഞ്ഞു നിർത്താൻ, അതിനെ പിടിച്ചു നിർത്താൻ, അതിൽ നിന്നൊരു ജീവൻ തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ആർക്കാണ് കഴിയുക? വലിയ വലിയ രാജാക്കന്മാർ, ഭരണാധികാരികൾ കഴിഞ്ഞ കോവിഡിന്റെ കാലത്ത് നമ്മൾ കണ്ടു. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികൾ, ഒരു കോവിഡ് എന്നൊരു രോഗം വന്നപ്പോൾ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളെ പ്ലാസ്റ്റിക്കിന്റെ തുണിയിൽ പൊതിഞ്ഞ് ഖബറടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു. സുനാമി കണ്ടവരാണ് നമ്മൾ. ആ കടൽ ഒരു 50 അടി ഉയരത്തിൽ നമ്മളിലേക്ക് വന്നു പതിച്ചാൽ ആരാണ് ബാക്കിയുണ്ടാവുക? ആർക്കാണ് അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയുക? അതുകൊണ്ട് ഒന്നാമതായി നമ്മുടെ നിസ്സാരത നമ്മൾ തിരിച്ചറിയും. നമ്മൾ ആരുമല്ല. നമുക്ക് നമ്മൾ ആരോ ആയി എന്ന് തോന്നുന്നുവെങ്കിൽ മനസ്സിനെ പഠിപ്പിക്കുക. നിനക്ക് ഭൂമിയെ പിളർത്താൻ കഴിയുകയില്ല, നിനക്ക് പർവ്വതങ്ങളോളം ഉയരാനും കഴിയുകയില്ല. നീ ഒരു ദുർബലനാണ്, ദഈഫാണ് എന്ന് നമുക്ക് നമ്മളെ പഠിപ്പിക്കാൻ കഴിയണം. മറ്റൊരു വിഷയം, ഒരാളെയും നിസ്സാരവൽക്കരിക്കരുത്, ഒരു മനുഷ്യനെയും അവഗണിക്കരുത്. ഒരാളുടെ മുഖത്തു നിന്നും നമ്മൾ മുഖം തിരിച്ച് നടക്കരുത്. ഏതു മനുഷ്യനെയും പരിഗണിക്കാൻ നമുക്ക് കഴിയണം. സതുബ്ദീലക്കൽ അയ്യാമു മാ കുൻത ജാഹില വയഅതീക ബിൽ അഖ്ബാരി മൻ ലം തുസവ്വദി. കാലം നിന്നെ ചിലത് പഠിപ്പിക്കും. നിനക്കറിയാത്തത് കാലം നിന്നെ പഠിപ്പിക്കും. നീ ചിലവിന് കൊടുക്കാത്ത, നീ അവഗണിച്ച അങ്ങനെയുള്ള ആളുകളായിരിക്കും ഒരുപക്ഷേ നിനക്ക് സന്തോഷത്തിന്റെ വാർത്തകളുമായി കടന്നു വരിക.
ആ മനുഷ്യരെ രക്ഷിച്ചത് ആരാണ്? അവരുടെ രക്തബന്ധുക്കളാണോ? അവരുടെ കുടുംബ ബന്ധുക്കളാണോ? ഒരു അമ്മ പറയുന്നത് നമ്മൾ കേട്ടില്ലേ, ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ നാട്ടിൽ ആരും ഇല്ലല്ലോ, ഞങ്ങളുടെ നാട്ടിൽ ഇനി ആരുമില്ലല്ലോ. ഇന്നലെ വരെ കാണാത്തവർ, അറിയാത്തവർ, രക്തബന്ധമില്ലാത്തവർ, കുടുംബ ബന്ധമില്ലാത്തവർ, ആ മനുഷ്യരാണ് സ്വന്തം ജീവൻ വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവൻ സംരക്ഷിക്കാൻ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ പ്രയാസപ്പെടുമ്പോൾ അവരെ സഹായിക്കണമെന്ന മനസ്സോടുകൂടെ എത്തുന്നത്. സഹോദരന്മാരെ, ഒരാളെയും അവഗണിക്കരുത്. ആരാണ് നമ്മുടെ ജീവിതത്തിൽ സഹായിയായിക്കൊണ്ട് കടന്നു വരിക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു വാഹനം തട്ടിയിട്ടാൽ ജീവന് വേണ്ടി റോട്ടിൽ പിടയുന്ന നേരത്ത് സഹായിയായി കടന്നു വരുന്ന മനുഷ്യൻ, അവന്റെ തറവാടോ അവന്റെ കുലമോ അവന്റെ തൊഴിലോ ഒന്നും നമുക്കറിയുകയില്ല. ചില ആളുകൾക്ക് തീരപ്രദേശത്തുള്ള ആളുകളെ അവരോട് അറുപ്പാണ്. അത് കടപ്പുറത്തുള്ളവർ, അത് തീരപ്രദേശത്തുള്ളവർ. കടുത്തറ്റം വെള്ളമെത്തിയപ്പോ നമ്മുടെ വീട്ടിന്റെ മുന്നിലേക്ക് എത്തിയത് ആരാണ്? സഹായിക്കാൻ തോണികളുമായി നമ്മുടെ വീടകങ്ങളിലേക്ക് എത്തി ജീവൻ രക്ഷപ്പെടുത്തി ആ പോയ മനുഷ്യരാരാണ്? ഒരാളെയും അവഗണിക്കരുത്, ഒരുത്തനെയും വില കുറച്ച് കാണരുത്. ആരാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഹായത്തിനെത്തുക എന്ന് പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മനുഷ്യരെ സ്നേഹിക്കാൻ പഠിക്കണം, മനുഷ്യരെ സ്നേഹിക്കാൻ പഠിക്കണം. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങൾ. വജഅൽനാകും ശുഊബൻ വകബാഇല ലിതആറഫു, തിരിച്ചറിയാനാണ് നാട്. ഇന്ന നാട്ടുകാരൻ, ഇന്ന വീട്ടുകാരൻ. ആ വേർതിരിവുണ്ടായത് നിങ്ങളെ തിരിച്ചറിയാനാണ്, അകറ്റാനല്ല, പരസ്പരം അകലാനല്ല. ഇന്ന നാട്ടിലായി, ഇന്ന പ്രദേശത്തായി എന്തെങ്കിലും മഹത്വം അവർക്കില്ല. ഞങ്ങൾ ഇന്ന തറവാട്ടുകാർ, ആ തറവാട്ടിൽ നിന്ന് കല്യാണം പറ്റൂല, ഈ തറവാട്ടിൽ നിന്ന് കല്യാണം പറ്റൂല, ഞങ്ങളെ തറവാട്. എന്താണ് നമ്മുടെ തറവാട്? എന്താണ് നമ്മുടെ തറവാട്? നമുക്കൊരൊറ്റ വീടാണുള്ളത്, ഖബർ എന്ന വീട്. മണ്ണാണ് നമ്മുടെ തറവാട്. ആ മണ്ണിലേക്കാണ് നമ്മളെ കൊണ്ടുപോയി വെക്കാനുള്ളതും. ഇന്ന കുടുംബക്കാർ, അതുകൊണ്ട് ഖബറിൽ വെക്കണ്ട, മണ്ണിൽ വെക്കണ്ട എന്ന് പറയൂല. എല്ലാം കൊണ്ടുപോയി വെക്കാനുള്ളത് മണ്ണിലാണ്. മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മുടെ വീട്ടിൽ വന്നുകൊണ്ട് കണക്കെടുപ്പിന് വന്നാൽ ഈ വീട്ടിൽ എത്ര ആളുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ കുട്ടി പോലും പിന്നെ നമ്മളെ പേര് പറയൂല. ഇന്നലെ വരെ നാട്ടിലെ കാരണവരാണ്, വീട്ടിലെ കാരണവരാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എണ്ണമായിട്ട് പോലും നമ്മളില്ല. കിടന്ന കട്ടിൽ വരെ കുടുംബക്കാരെ കെടുക്കും. ആ കിടന്ന കട്ടിലും റൂമും അതെല്ലാം കഴുകി വൃത്തിയാക്കും. ചില ആളുകൾ ആ കുളിപ്പിച്ച സോപ്പ് വരെ പിന്നെ എടുക്കൂല. ഒന്നുമില്ല, എല്ലാം കടിഞ്ഞു, മണ്ണിൽ വെക്കുന്ന മയ്യത്താണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് തറവാടിന്റെ പേരിൽ, കുലത്തിന്റെ പേരിൽ മഹിമ നടിക്കേണ്ടതില്ല. നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ, ജനങ്ങളെ ഉൾക്കൊള്ളാൻ, ജനങ്ങളെ തിരിച്ചറിയാൻ സാധിക്കേണ്ടതുണ്ട്. ജീവിതം പരീക്ഷണമാണ്. ജീവിതത്തിലെ ഏത് നിമിഷവും പരീക്ഷണമാണ്. ആ പരീക്ഷണങ്ങളിൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് അള്ളാഹു നോക്കുന്നത്. വലനബുലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീൻ. ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നത്, ആരാണ് ക്ഷമ കൈകൊള്ളുന്നത് എന്നറിയുന്നതിന് വേണ്ടി നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മളെ കരയിപ്പിക്കുന്നത് അള്ളാഹുവാണ്, നമ്മളെ ചിരിപ്പിക്കുന്നത് അവനാണ്. സന്തോഷത്തിന്റെ വേളകളിൽ അവനെ മറക്കാതിരിക്കുക, പ്രയാസവേളകളിലും അള്ളാഹുവിനെ മറക്കാതിരിക്കുക. ഏതു ഘട്ടങ്ങളിലും അള്ളാഹുവിനെ സ്തുതിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.